പിന്നെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പകച്ചു നിന്നൊരു സർക്കാരിനെയൊക്കെ നമുക്കറിയാം. മൻമോഹൻ സർക്കാർ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പാകിസ്ഥാനിൽ ഒരു തിരിച്ചടി കൊടുത്താൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചിദംബരം ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ രീതിയിൽ നിന്നൊരു മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായത്. അതിനുശേഷം പാകിസ്ഥാൻ പ്രകോപിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഡബിളായിട്ട് തിരിച്ചടിക്കുന്ന ഒരു സർക്കാരാണ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. ബലാക്കോട്ട് എയർ സ്ട്രൈക്ക് ആണെങ്കിലും സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും ഇതെല്ലാം പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തത്. പിന്നെ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വിഭിന്നമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യുന്നില്ല. അതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ അത് തന്നെയാണ് സ്വീകരിച്ചത്. അല്ലാതെ പാകിസ്ഥാനിനെ പോലെ ഇന്ത്യയിൽ വന്നിട്ട് സാധാരണക്കാരുടെ ജീവൻ എടുക്കുക, മതം ചോദിച്ച് കൊലപ്പെടുത്തുക, ആ പരിപാടിയൊന്നും ഇന്ത്യക്കില്ല. ഇന്ത്യ കൃത്യമായി തന്നെ സിവിലിയൻസിനെ ലക്ഷ്യമിടാതെ തന്നെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെയും ടെററിസ്റ്റുകളെയും അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ദുരന്തർ ദ റിവഞ്ച് എന്ന സിനിമ.